ബി.ജെ.പിയും 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയ സംസ്ഥാനത്ത് വീറുറ്റ പോരാട്ടത്തിനാണ് മധ്യ കേരളവും സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും മത്സരിക്കുമ്പോൾ മത്സരം കടുക്കും. ഇതിനൊപ്പം സാമ്പത്തിക തട്ടിപ്പിന്റെ വിവിധ വഴികളിലൂടെയുള്ള ഇ.ഡി. അന്വേഷണത്തിൽ പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്നുള്ള വാർത്തയുമുണ്ട്. ഓൺലൈൻ വായ്പ, ഗെയിം, ബെറ്റിംഗ് ആപ്പ് കമ്പനികൾ ചൈനയിലേക്ക് കടത്തിയത് 4000 കോടി രൂപയുടെ കള്ളപ്പണമാണെന്ന് ഇ.ഡി. വ്യക്തമാക്കുന്നുണ്ട്. ബെറ്റിംഗ് ആപ്പ് കമ്പനികളുടെ കേരളത്തിലെ അക്കൗണ്ടുകൾ നിയന്ത്രിച്ചത് റഫേൽ ജെയിംസ് റൊസാരിയോ കള്ളപ്പണ ഇടപാടുകളിലെ മുഖ്യ കണ്ണിയാണെന്നും ഇ.ഡി. വെളിപ്പെടുത്തുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ഇ.ഡി. അന്വേഷണത്തിലെ വെളിപ്പെടുത്തലുകളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അതിനു മുൻപായി നമുക്ക് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ പോലും മധ്യ കേരളത്തിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയ വീറുറ്റ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു ബി.ജെ.പിയും എന്നുള്ള വാർത്ത. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, മധ്യ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു പോരാട്ടം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വലിയ ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് മധ്യ കേരളത്തിലെ ജില്ലകളെല്ലാം തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 12 സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 12 സ്ഥാനാർത്ഥി പട്ടികയിൽ അതിൽ കോട്ടയം ഒഴികെയുള്ള, അതായത് ആലപ്പുഴ ജില്ലയുടെ സ്ഥാനാർത്ഥി അവിടെ ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തീപ്പൊരി നേതാവ്, ഏറ്റവും ശക്തിയായ നേതാവിനെ തന്നെയാണ് അവിടെ ബി.ജെ.പി രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ കരുത്ത് അനുദിനം വർദ്ധിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ല. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ സുരേഷ് ഗോപി ജനകീയനായ സ്ഥാനാർത്ഥി, ആളുകൾ ഏറ്റവും അധികം താല്പര്യത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സ്ഥാനാർത്ഥി തന്നെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി അവിടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. അങ്ങനെ മധ്യ കേരളത്തിലെ ജില്ലകൾ കൂടി വലിയ ഒരു ആവേശത്തിലേക്ക്, തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് നീങ്ങുന്നു. ശക്തരായ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥികൾ അവിടെ നിലവിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. മറുഭാഗത്ത് CPM നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അവിടെ തൃശ്ശൂരിലാണെങ്കിലും ഒപ്പം തന്നെ ആലപ്പുഴയിൽ സിറ്റിംഗ് MLA തന്നെ CPM രംഗത്തിറക്കിയിരിക്കുന്നു. ഇടതുമുന്നണി രംഗത്തിരിക്കുന്നു. AM ആരിഫിനെയാണ് അവിടെ മത്സരിപ്പിക്കുന്നത്. VS സുനിൽകുമാർ തൃശ്ശൂരിലും മത്സരിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുമെന്ന ഒരു കാര്യമാണ് നിലവിൽ കേൾക്കുന്നത്. എന്നാൽ അവസാന നിമിഷം അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് പറയാൻ കഴിയില്ല. മത്സരങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള നേതാക്കളെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലടക്കം KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലായിടത്തും തന്നെ മധ്യ കേരളത്തിലെ മണ്ഡലങ്ങളിൽ മത്സരം കൂടുതൽ കനത്തതാകുന്നു. എറണാകുളത്തെ സ്ഥാനാർത്ഥിയാണ് ബി.ജെ.പിയുടെ, ഇനി എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. അവിടെ സിറ്റിംഗ് MLA ഹൈബി ഈഡൻ തന്നെയായിരിക്കും UDF-ന് വേണ്ടി മത്സരിക്കുക എന്ന് മനസ്സിലായിട്ടുണ്ട്, വ്യക്തമാകുന്നു. അതേ ഘട്ടത്തിൽ തന്നെ LDF-ന് വേണ്ടി ഷൈൻ ടീച്ചർ മത്സരരംഗത്ത് പുതുമുഖ സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായും LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനങ്ങളില്ലാത്ത മണ്ഡലമെന്ന് പൊതുവെ വിശേഷിപ്പിക്കാവുന്നതാണ് എറണാകുളം ജില്ല. എല്ലാ ഘട്ടങ്ങളിലും UDF-നൊപ്പം നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് എറണാകുളം എന്നതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ മത്സരം എന്നതിനപ്പുറം ഒരു സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന CPM അല്ലെങ്കിൽ സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട്, അല്ലെങ്കിൽ ഒഴിവായി എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ സാമുദായിക കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്നത് മാത്രമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രധാന കാര്യമായി വരികയും ചെയ്തിട്ടുള്ളത്, അതിന്റെ ഘട്ടമായി വരികയും ചെയ്തിട്ടുള്ളത്. അതേ ഘട്ടത്തിൽ ഇങ്ങനെ എറണാകുളം ജില്ലയിൽ കൂടി ബി.ജെ.പി സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി വലിയ തോതിലുള്ള ഒരു മത്സരത്തിന് തന്നെയാണ് കളം ഒരുങ്ങുന്നത്, അങ്കത്തട്ട് ഒരുങ്ങുന്നത്. ശക്തമായ ഒരു ത്രികോണ മത്സരങ്ങൾ ഈ മണ്ഡലങ്ങളിൽ കൂടി, അത് കോട്ടയത്താണെങ്കിലും ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും എല്ലാം തന്നെ ശക്തമായ ത്രികോണ മത്സര സാധ്യതകൾ തന്നെയാണ് നിലവിലുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥികൾ, പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്നതോടെ പ്രചരണം കൂടുതൽ കൊഴിക്കും. പ്രവർത്തകർ ഇപ്പോൾ തന്നെ ചുമരെഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ എറണാകുളത്ത് LDF-ന്റെ ചുമരെഴുത്തുകൾ നേരത്തെ തന്നെ ആരംഭിച്ചു. അതേ ഘട്ടത്തിൽ UDF-ഉം ബി.ജെ.പിയും എല്ലാം മതിലുകളെല്ലാം തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കായി മതിലുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും
എല്ലാവരും ഒരുപോലെ ആ ഒരു പ്രചാരണ ആവേശത്തിലേക്ക് കടക്കുന്ന കാഴ്ച തന്നെയാണ്. തൃശ്ശൂരിൽ ശക്തമായ ഒരു മത്സരത്തിന് കളമൊരുങ്ങുന്നു. അവിടെ മറിച്ചൊരു സാധ്യതകൾ ഇല്ലാത്ത വിധം സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നു. പ്രചാരണത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നു. എല്ലാ സാധ്യതകളും അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ തേടുന്ന ഘട്ടത്തിൽ പൊതുവെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അഭിപ്രായങ്ങൾ തേടുന്ന ഘട്ടത്തിൽ പോലും ഒരേ ഒരു പേര് മാത്രം ഉയർന്നു വരുന്ന ഒരു കാഴ്ച തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് കാണാൻ കഴിയും. ആത്മവിശ്വാസത്തിലാണ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്, തൃശ്ശൂരിൽ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്, അത് മനസ്സിലായവർക്ക് എന്നെ തള്ളിപ്പറയാനോ ഒഴിവാക്കാനോ സാധിക്കില്ല എന്നതാണ് വിശ്വാസം എന്നുള്ളത്. കാരണം രാഷ്ട്രീയത്തിന് അതീതമായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം. അത് എത്രയോ കാലങ്ങളായി അതെല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായും സുരേഷ് ഗോപിയെ വിലയിരുത്തുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ജനങ്ങൾ മുഴുവൻ മനസ്സിലേറ്റി കഴിഞ്ഞ ഒരു ജനകീയ നേതാവ് എന്ന വിശേഷണമായിരിക്കും സുരേഷ് ഗോപിക്ക് ഏറ്റവും അനുയോജ്യമായി വരിക. അവിടെ ആളുകളെ സഹായിക്കുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയം നോക്കാറില്ല. മണ്ഡലം പോലും, അതായത് താൻ മത്സരിക്കുന്ന മണ്ഡലം ആവണം അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നടത്തുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമെന്ന നിലയിലായിരുന്നില്ല. ഏത് ഭാഗത്തും, സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തും ഒരു ജനകീയ പ്രശ്നം നടന്നാൽ അവിടെ സുരേഷ് ഗോപി ഉണ്ടാവും. അവിടെ സഹായ ഹസ്തങ്ങൾ നീട്ടേണ്ടി വരുന്ന ഘട്ടം വരുമ്പോൾ അവിടെ മറ്റൊന്നും നോക്കാതെ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനങ്ങളുടെ സഹായം ലഭിക്കട്ടെ, അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് കരുതി നിൽക്കുന്ന ഒരാളായിരുന്നില്ല. എങ്ങനെയാകണം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൻ്റെ ഒരു മാതൃക എന്നോണം തൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് സഹായങ്ങൾ നൽകുന്ന ആളുകളെ ആ ഘട്ടത്തിൽ ചികിത്സാ സഹായം ആവശ്യമുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ സമീപിക്കുന്ന ആളുകളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു വീട് എന്ന സ്വപ്നം, സ്വന്തമായി ഭൂമിയില്ല, വീടില്ല, വഴിയരികിലും മറ്റു സ്ഥലങ്ങളിലും വാടക വീടുകളിലും കാലങ്ങളോളം താമസിക്കേണ്ടി വരുന്ന ആളുകൾ, അവരെല്ലാവരും സുരേഷ് ഗോപിക്ക് മുന്നിലെത്തുമ്പോൾ തങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സലിയും. അവിടെ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ നൂലാമാലകൾക്കുള്ളിൽ അല്ലെങ്കിൽ ചുവപ്പ് ചരടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കേണ്ടതല്ല അത്തരം ജനകീയ ആവശ്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊപ്പം നീങ്ങിക്കൊണ്ട് അവർക്ക് എന്ത് സഹായമാണോ വേണ്ടത് അത് ആ ഘട്ടത്തിൽ തന്നെ തീർപ്പാക്കി കൊടുക്കുന്ന ഒരു വ്യത്യസ്തനായ നേതാവിനെ തന്നെയാണ് അവിടെ കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം ഉറപ്പാകുന്നത്, അവിടെ എങ്ങനെയാണ് തൃശ്ശൂരിലെ മത്സരങ്ങൾ വ്യത്യസ്തമാകുന്നത്, തൃശ്ശൂർ എങ്ങനെയാണ് ദേശീയ തലത്തിലടക്കം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നത് എന്നത് പരിശോധിക്കുമ്പോൾ തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനകീയത, സുരേഷ് ഗോപി എന്ന നേതാവിന്റെ, BJP നേതാവിന്റെ ജനകീയത വ്യക്തമാവുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു ത്രികോണ മത്സരത്തിന് പോലും ഒരുപക്ഷെ ആ സാധ്യതയില്ലാത്ത വിധം മുന്നിട്ട് നിൽക്കുന്ന സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുക. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ തന്നെ കാണാൻ കഴിയും. അതേപോലെ എല്ലാ കാര്യത്തിലും, അതായത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ഏറ്റവും എവിടെ മത്സരിച്ചോ അവിടെയെല്ലാം തന്നെ പാർട്ടിയുടെ വോട്ടുകൾ ഏറ്റവും അധികം വർദ്ധിപ്പിച്ചിട്ടുള്ള, ലക്ഷങ്ങളുടെ വർധനവ് വരുത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവ്, നമുക്കറിയാം ആലപ്പുഴ മതഭീകരവാദ ശക്തികൾ പല മേഖലകളിലും സ്വാധീനമുറപ്പിക്കുന്ന ഒരു ജില്ല എന്ന പ്രത്യേകത ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടെയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ദേശീയതയുടെ നേതാവിനെ അതിക്രൂരമായി വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം നടന്നിട്ടുള്ള ആലപ്പുഴ. സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവോടെ മത്സരിക്കുമ്പോൾ മതഭീകരതയുടെ ആഴത്തിലുള്ള വേരുകൾ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ അവിടെ മറുഭാഗത്ത് അവിടെ ശോഭാ സുരേന്ദ്രന് കഴിയും. ആളുകളുടെ മുന്നിലേക്ക് ആ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവരെ കൂടി വിഴുങ്ങാൻ പോകുന്ന, അവരുടെ മുന്നിൽ കൂടി ഇരുതല മൂർച്ചയുള്ള വാളായി മാറാൻ പോകുന്ന ആ ഒരു കുടുംബങ്ങളുടെയും അമ്മമാരുടെയും കണ്ണുനീര്, അത് ഈ മതം ഭീകരത, ഒപ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെ അത് ആഴത്തിൽ വേരോടിച്ച സംഭവം, എത്രയോ കുടുംബങ്ങൾ അനാഥമാകുന്നു, എത്രയോ അമ്മമാരുടെ കണ്ണുനീര്, അത് പ്രത്യേകിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് അത് കൃത്യമായി ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്.
തീർച്ചയായും അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ്. കാരണം മനസ്സറിയുന്ന സ്ത്രീകളുടെ അമ്മമാരുടെ മനസ്സറിയുന്ന ഇതുപോലുള്ള മതഭീകര ശക്തികളുടെ ആക്രമണത്തിന് ഇരയായി ജീവച്ഛവങ്ങളായ ആളുകളുണ്ട്, ജീവിതം ബലിദാനികളായ സംഘപ്രവർത്തകർ നിരവധിയുണ്ട്. അവരുടെയെല്ലാം മനസ്സറിയുന്ന എങ്ങനെ കൃത്യമായി തൊട്ടറിയുന്ന ആളുകൾ എല്ലാ ഘട്ടത്തിലും നമുക്കറിയാം. ശോഭാ സുരേന്ദ്രന്റെ എല്ലാം നിലപാടുകൾ കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു. ആ നിലപാടുകൾ എന്ന് പറയുന്നത് അത് മതഭീകരതയ്ക്ക് എതിരാണ്, തീവ്രവാദ സംഘടനകൾക്കെതിരാണ്, PFI പോലെയുള്ള സംഘടനകൾക്കെതിരെ എന്നും നാവുയർത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ അവിടെ ആലപ്പുഴയിൽ വരുമ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്ന ഒരു മത്സരത്തിലേക്ക് തന്നെ അവിടെ കാര്യങ്ങൾ നീങ്ങുന്നു. അവിടെ ശക്തയായ ഒരു വനിതാ നേതാവ് മത്സരത്തിന്റെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. സംസ്ഥാന തലത്തിലെ പ്രധാനപ്പെട്ട നേതാവ്, ദേശീയ തലത്തിൽ തന്നെ എണ്ണപ്പെട്ട ഒരു വനിതാ നേതാവ്. മറുഭാഗത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി എത്തുന്നു. ഇനി കോട്ടയത്തടക്കം എറണാകുളം ജില്ലയിലടക്കം പാർട്ടി മുന്നിട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുവച്ചിരിക്കുന്നത് കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ്. നിരവധി ആളുകൾ, യോഗ്യരായ നിരവധി ആളുകൾ ഒരേപോലെ ഉണ്ട്. NDA സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയുന്നത് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകൾ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അത് ഏറ്റവും സാധ്യതകളുള്ള ആളുകൾ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ മുമ്പില്ലാത്ത വീറും വാശിയും തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ ഉണ്ടാകും. അതായത് ഏതാനും A ക്ലാസ് മണ്ഡലങ്ങളല്ല, 2 അക്ക സംഖ്യ തന്നെ തികച്ചുകൊണ്ടുള്ള അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് ആയിരിക്കും NDA BJP സംസ്ഥാനത്ത് പോവുകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായി തന്നെ ആ സാധ്യതകൾ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറയുന്ന ഒരു സാധ്യതകളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവകാശവാദങ്ങളായി പറയുന്നതല്ല, നിരീക്ഷണ പാടവത്തോടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എത്രമാത്രം സംഘടനാ തലത്തിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോയി എന്ന് വിലയിരുത്തിക്കൊണ്ട് നടത്തിയ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ A ക്ലാസ് മണ്ഡലങ്ങളായി മാറുന്ന സ്ഥിതിയാണ്. 1-2 A ക്ലാസ് മണ്ഡലങ്ങൾ മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞിരുന്നു എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് വരുന്നു. 2 അക്ക കടക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ അവിടെ പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ മത്സരം അതിന്റെ തീക്ഷ്ണമായ നിലയിലേക്ക് മധ്യ കേരളത്തിൽ മാറുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.